സ്നേഹമുള്ളവരെ, ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ജീസസ് സെഡ് ടു ഹിം, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. No one comes to the Father except through me. ഈശോയോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ ആശ്രയിച്ച് ഈ വചനം ഭാഗം കർത്താവ് എന്താണ് അതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഈ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ അല്പസമയം ദൈവവചനത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ആത്മാവ് കൊണ്ട് നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ 14-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് നമ്മൾ 6-ലേക്ക് എത്തും. പിന്നീട് തുടർന്ന് 3-4 വചനങ്ങളൂടെ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് ആ വചനത്തിലൂടെ ഈശോ നമുക്ക് തരുന്ന ബോധ്യം എന്താണെന്ന് മനസ്സിലാകും. 1-ാമത്തെ വചനം പറയുകയാണ്, ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ദർ ആർ മെനി ഡ്വെല്ലിംഗ് പ്ലേസസ്. ഇഫ് ഇറ്റ് വെർ നോട്ട് സോ വുഡ് ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്ഥലമൊരുക്കുവാൻ പോകും നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കും. ഇഫ് ഐ ഗോ ആൻഡ് പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു, ഐ വിൽ കം അഗെയിൻ ആൻഡ് വിൽ ടേക്ക് യു ടു മൈസെൽഫ്, സോ ദാറ്റ് വേർ ഐ ആം ദർ യു മേ ബി ഓൾസോ. അപ്പോൾ സ്ഥലമൊരുക്കി വീണ്ടും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞപ്പോൾ ഈശോ തുടർന്ന് പറയുകയാണ് 14-ാം അധ്യായം 4-ാമത്തെ വചനം, യു നോ ദ വേ ടു ദ പ്ലേസ് വെയർ ഐ ആം ഗോയിങ്. ഞാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. 3 വർഷമായിട്ട് ഈശോ ശിഷ്യന്മാരുടെ കൂടെ പരസ്യ ജീവിതത്തിൽ ഈശോ ശിഷ്യന്മാരുടെ കൂടെയാണ്. 3-ാം വർഷത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ ഈ ഭാഗങ്ങൾ അവർ ശിഷ്യരോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ. 3-ാം വർഷത്തിൻ്റെ അവസാന ഭാഗം. അപ്പോൾ വഴി നിങ്ങൾക്ക് അറിയാം എന്ന് പറയുമ്പോൾ തോമസ് ലീഹ ഈശോയോട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല, അപ്പം ഞങ്ങൾ വഴി എങ്ങനെ അറിയും? ലോർഡ്, വി ഡു നോട്ട് നോ വെയർ യു ആർ ഗോയിങ്, ഹൗ ക്യാൻ വി നോ ദ വേ? അപ്പം ലക്ഷ്യസ്ഥാനം ഏതെന്നറിയാതെ അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? തോമസിൻ്റെ ഒരു ന്യായമായ സംശയമാണ്. പക്ഷേ ഈശോ അടുത്ത വചനത്തിലാണ് പറയുന്നത്, 14-ാം അധ്യായം 6-ാം തിരുവചനം, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ 3 വർഷമായിട്ടും ഈ സ്ലീഹന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക്
എവിടേക്കാണ് ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നും അവിടേക്കുള്ള വഴി എന്താണെന്നും മനസ്സിലാക്കാൻ തക്കവിധം അവരുടെ മനസ്സ് തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൂക്ക 24:45 കാണും, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. അപ്പം കർത്താവ് മനസ്സ് തുറക്കുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഈശോ പറഞ്ഞ വചനം, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഇതിൽ ത്രിത്വത്തിൻ്റെ വലിയൊരു രഹസ്യം ഈശോ ആ വചനത്തിൽ കൂടെ അനാവരണം ചെയ്യുന്നുണ്ട്. ജീസസ് ഈസ് ആക്ച്വലി അൺവെയിലിംഗ് ദ ട്രൂത്ത് ഓഫ് ദ ട്രിനിറ്റി ത്രൂ ദിസ് വേഴ്സ്. 3 വാക്കുകളാണ് ഈശോ പറയുന്നത്: വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്. വഴി, സത്യം, ജീവൻ. എന്നിട്ട് തുടർന്ന് 7-ാമത്തെ വചനത്തിൽ, ഇഫ് യു നോ മീ യു വിൽ നോ മൈ ഫാദർ ഓൾസോ. ഫ്രം നൗ ഓൺ യു ഡു നോ ഹിം ആൻഡ് ഹാവ് സീൻ ഹിം. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടിരിക്കുന്നു. സത്യത്തിൽ പിതാവിനെ ശിഷ്യന്മാർ, ഈ 12 അപ്പോസ്തലന്മാർ കണ്ടിട്ടില്ല, യേശുവിനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, യേശു ഒരിക്കലും കള്ളത്തരം പറയില്ലല്ലോ. യേശു പറയാണ്, ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. യു നോ ഹിം ആൻഡ് യു ഹാവ് സീൻ ഹിം. അതിന് തൊട്ട് 7-ാമത്തെ വചനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത്, എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പിതാവിനെ അറിയുമായിരുന്നു. അപ്പം യേശുവും പിതാവും ഒന്നാണ് എന്നുള്ള ഒരു മറഞ്ഞിരിക്കുന്ന അർത്ഥമാണ് ആ വചനത്തിനുള്ളത്. യേശുവും പിതാവും ഒന്നാണ്. അല്ലെങ്കിൽ യേശുവിനെ കാണുമ്പോൾ എങ്ങനെ പിതാവിനെ കാണും? അപ്പോൾ യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 14-ാമത്തെ 6-ാമത്തെ തിരുവചനത്തിൽ ത്രിത്വത്തിൻ്റെ ഒരു രഹസ്യം അവിടെ ഒളിഞ്ഞു കിടക്കുന്നു. ഞാനാണ് വഴി. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി അത് ഈശോയാണ്. ഈശോ എങ്ങനെയാണ് വഴിയാകുന്നത്? അത് കുരിശിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്, ലോകത്തിൽ നിന്ന് മാറി നടന്നുകൊണ്ടുള്ള വഴിയാണ്. ലോകത്തിലൂടെ നടന്ന് ഈ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈശോ പീലാത്തോസിനോട് പറയുന്നുണ്ടല്ലോ, എൻ്റെ രാജ്യം ഐഹികമല്ല, മൈ കിങ്ഡം ഈസ് നോട്ട് ഫ്രം ദിസ് വേൾഡ്. എൻ്റെ രാജ്യം അങ്ങനെ ഐഹികമായിരുന്നെങ്കിൽ മൈ ഫോളോവേഴ്സ് വുഡ് ബി ഫൈറ്റിംഗ് ടു കീപ് മീ ഫ്രം ബീയിങ് ഹാൻഡഡ് ഓവർ ടു ദ ജ്യൂസ്. അപ്പോൾ എൻ്റെ അനുയായികൾ ഈ യഹൂദരേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ തടഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു. എന്നിട്ട് മൈ കിങ്ഡം ഈസ് നോട്ട് ഫ്രം ഹിയർ വീണ്ടും ഈശോ പറയുകയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 36-ാമത്തെ തിരുവചനത്തിലാണ് അത് കാണുന്നത്. അപ്പം ദൈവരാജ്യത്തിലേക്കുള്ള വഴി ലോകത്തിൻ്റെ വഴിയല്ല, അത് യേശു കാണിച്ചു തന്ന വഴിയാണ്. അങ്ങനെ ഒരു വഴി ആരും അതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല. സ്വർഗത്തിലേക്കുള്ള വഴി യേശുവാണ്. അപ്പം ആ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഐ ആം ദ വേ, യേശുവാണ് വഴി. 2-ാമത്തെ പാർട്ട് ഐ ആം ദ ട്രൂത്ത്, പരമമായ സത്യം ദൈവമാണ്. പരമമായ സത്യം ദൈവമാണ്. അപ്പം യോഹന്നാൻ 17:17 നമ്മൾ വീണ്ടും കാണും. 17-ാം അധ്യായം
17-ാമത്തെ തിരുവചനം. ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് 17-ാമത്തെ അധ്യായം. എൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ സാങ്ക്ടിഫൈ ദം ഇൻ ദ ട്രൂത്ത്, യുവർ വേർഡ് ഈസ് ദ ട്രൂത്ത്. അങ്ങവരെ സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അപ്പം പിതാവിൻ്റെ വചനമാണ് സത്യം എന്ന് വെച്ചാൽ പരമമായ സത്യം സ്വർഗത്തിലുള്ള പിതാവാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 8:31 ഈശോ പറയുന്നുണ്ട്, ഇഫ് യു കണ്ടിന്യൂ ടു കീപ് മൈ കമാൻഡ്മെൻറ്റ്സ് യു ആർ മൈ ട്രൂ ഡിസൈപ്പിൾസ് ആൻഡ് യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. എൻ്റെ കൽപ്പനകളിൽ നിലനിന്നാൽ, ജീവിതാവസാനം വരെ കൽപ്പനകളിൽ നിലനിൽക്കണം. നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പം സത്യത്തിലേക്കുള്ള തുറവി അത് ദൈവവചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ദൈവവചനം ശരിയായ വഴി ഏതാന്ന് നമ്മെ പഠിപ്പിക്കും. നടക്കേണ്ട വഴി അത് ക്രിസ്തു നടന്ന വഴിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119 105-ാമത്തെ വചനം, യുവർ വേർഡ് ഈസ് എ ലാംപ് ടു മൈ ഫീറ്റ് ആൻഡ് എ ലൈറ്റ് ടു മൈ പാത്ത്. അവിടുത്തെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119 105. അപ്പം കർത്താവിൻ്റെ വചനങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതാവസാനം വരെ നിലനിൽക്കുമ്പോൾ ആ വചനം സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള വഴി ഏതാണെന്ന് പറഞ്ഞു തരും. എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി, എങ്ങനെയാണ് ജീവിതത്തിൽ നടക്കേണ്ടത്? ആ വഴി ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടി നമ്മൾ നടക്കണം. അതുകൊണ്ടാണ് ഹെബ്രായർ 10-ാം അധ്യായം 20-ാമത്തെ ഈ 19-ാമത്തെയും 20-ാമത്തെയും തിരുവചനം നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. Therefore, my friends, since we have confidence to enter the sanctuary by the blood of Jesus. അതായത് വിശുദ്ധ സ്ഥലത്തേക്ക് യേശുവിൻ്റെ രക്തം മൂലം പ്രവേശിക്കാൻ നമുക്ക് ആത്മവിശ്വാസമുണ്ട്, നമുക്ക് മനോധൈര്യമുണ്ട്. 19-ാമത്തെ തിരുവചനം ഹെബ്രായർ 10:19. 20-ാമത്തെ വചനം തുടരെയാണ്, ബൈ ദ ന്യൂ ആൻഡ് ലിവിങ് വേ that he opened for us through the curtain, that is through his flesh. അപ്പോൾ അവൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ, ആ കർട്ടൻ മാറ്റി, he opened for us a new and living way. നവീനവും സനാതനവും ആയ ഒരു വഴി, ജീവദായകമായൊരു വഴി തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ ആ വഴി കർത്താവ് തുറന്നു തന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഐ ആം ദ വേ. രക്തം ചിന്തി കുരിശിൽ മരിച്ചു, പീഡകൾ സഹിച്ച് രക്തം ചിന്തി കുരിശിൽ മരിച്ചു. അപ്പം ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ഐ ആം ദ വേ, ഞാനാണ് വഴി, ഇതാണ് വഴി. ഈ പാതയിലൂടെ നടന്നാൽ യേശുവിൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഞാനാണ് വഴി. അപ്പം ത്രിത്വത്തിലെ പുത്രൻ വഴിയാണ്. രണ്ടാമത് ഈശോ പറഞ്ഞു, ഞാൻ സത്യമാണ്. അപ്പം പരമമായ സത്യം പിതാവായ ദൈവമാണ്. നമ്മളത് മനസ്സിലാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം തിരുവചനം. ഈശോ പറയുകയാണ്, യഹൂദരോട് പറയുകയാണ്, പിതാവിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ നിങ്ങൾ കൊല്ലാൻ ആലോചിക്കുന്നു. അബ്രാഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല.
അപ്പോൾ സത്യം വരുന്നത് പിതാവിൽ നിന്നാണ്. ആ പിതാവിൽ നിന്ന് കേട്ട സത്യം, പിതാവ് കൽപ്പിച്ചതല്ലാതെ ഒരു വചനം പോലും ഈശോ ശിഷ്യരോടോ അല്ലെങ്കിൽ യഹൂദ ജനതയോടോ പറഞ്ഞിട്ടില്ല. അവിടുന്ന് എന്നോട് കൽപ്പിച്ചത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ പറയുന്നത്. അപ്പം പിതാവിൽ നിന്ന് കേട്ട സത്യം യേശു ലോകത്തോട് പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുകയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 8:40. അപ്പോൾ സത്യം പിതാവിൽ നിന്നാണ് വരുന്നത്, പിതാവാണ് സത്യം. അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്. അപ്പം ആ യേശുവാകുന്ന ആ വിരിയിലൂടെ, ശരീരമാകുന്ന വിരിയിലൂടെ നവീനമായ ആ പാത നമുക്ക് തുറന്നു തന്നു. ലോകത്തിൻ്റെ പാതയല്ല, പുതിയ വഴി, കുരിശിൻ്റെ വഴിയാണ്, സഹനത്തിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന വഴിയാണ്. ആ വഴി ക്രിസ്തുവിൻ്റെ വഴിയാണ്, ആ വഴി ക്രിസ്തുവാണ്. ആ വഴിയിൽ കൂടെ നടന്നാൽ സത്യത്തിലെത്താം. അപ്പം ദാറ്റ് വേ വിൽ ലീഡ് യു ടു ദ ട്രൂത്ത്. ആ വഴി മാത്രമേ സത്യത്തിലേക്ക് നയിക്കുകയുള്ളൂ, യേശുവാകുന്ന വഴി. അപ്പോൾ സത്യത്തിലെത്തുമ്പോൾ നമ്മൾ ആരിലെത്തി? നമ്മൾ പിതാവിലെത്തി. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായത്തിൽ ഈശോ 7-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഞാനാണ് ആടുകളുടെ വാതിൽ. ഐ ആം ദ ഗേറ്റ് ഫോർ ദ ഷീപ്പ്. 9-ാം വചനത്തിൽ വീണ്ടും പറയുകയാണ്, ഐ ആം ദ ഗേറ്റ്, ഹൂ എവർ എൻറ്റേഴ്സ് ബൈ മീ വിൽ ബി സേവ്ഡ് ആൻഡ് വിൽ കം ഇൻ ആൻഡ് ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് പാസ്ചർ. എന്നിൽ കൂടെ പ്രവേശിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. അപ്പം യേശുവാകുന്ന വഴി കൂടെ സഞ്ചരിച്ചാൽ സത്യത്തിലേക്ക് വരാം. അതാ ഈശോ പഠിപ്പിക്കുന്നത്. ആ വഴി ഈശോ ആണ്, സത്യം ദൈവപിതാവാണ്. മൂന്നാമത്തേത്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. വഴിയും സത്യവും ജീവനും. അപ്പോൾ ഈശോ 3 കാര്യമാണ് പറയുന്നത്. ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. വഴി ഈശോ തന്നെയാണ്. സത്യമായപ്പം ഈശോ പറയുകയാണ്, എന്നെ അറിയുന്നവൻ പിതാവിനെയും അറിയുന്നു. പരമമായ സത്യം പിതാവാണ്. അപ്പോൾ യേശുവിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ, യേശുവാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ പിതാവിലെത്താം, സത്യത്തിലെത്താം. അതുകൊണ്ട് ഈശോ 14-ാം അധ്യായം 7-ാം തിരുവചനം, എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. അപ്പം യേശുവാകുന്ന വഴിയിലൂടെ നടക്കുമ്പം പിതാവായ ദൈവത്തെ യേശുവിൽ തന്നെ കണ്ടുമുട്ടുക. മൂന്നാമത്തേതാണ് ജീവൻ, വഴിയും സത്യവും ജീവനും. അപ്പോൾ ജീവൻ നൽകുന്നത് ആത്മാവാണ്. നമ്മൾ വേറൊരു ഭാഗത്തത് വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വചനം, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ദാറ്റ് ഗീവ്സ് ലൈഫ്, ദ ഫ്ലഷ് ഈസ് യൂസ്ലെസ്. അപ്പോൾ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പം ഈശോ പറഞ്ഞല്ലോ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുക, ജീവനായ പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും നമ്മളത് കാണും. 2-ാമത്തെ തിരുവചനം, ദൈവചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചിരുന്നു. അപ്പം ചലനമുണ്ടാക്കുന്നത്, ജീവനുണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. എ വിൻഡ് ഫ്രം ഗോഡ് സ്വെപ്റ്റ് ഓവർ ദ ഫേസ് ഓഫ് വാട്ടേഴ്സ്. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയാണ്, എ വിൻഡ് ഫ്രം ഗോഡ് സ്വെപ്റ്റ് ഓവർ ദ ഫേസ് ഓഫ് ദ വാട്ടേഴ്സ്. അതായത് സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നാണ്.
പരിശുദ്ധാത്മാവ് ഒരു കാറ്റായിട്ട് ജലത്തിൻ്റെ മീതെ ചരിച്ചിരുന്നു. അപ്പം ജീവൻ നൽകുന്ന എന്താണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം ഈശോ പറഞ്ഞ വാക്കുകൾ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. വഴി പുത്രനായ യേശുവാണ്. സത്യം പിതാവായ ദൈവമാണ്. ജീവൻ പരിശുദ്ധാത്മാവാണ്. അപ്പം വഴിയാകുന്ന ഈശോ സത്യമാകുന്ന പിതാവിലേക്ക് നയിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞ, നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. അപ്പോൾ ഈശോ സത്യമായ പിതാവിലേക്ക് നയിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവും സത്യത്തിലേക്ക് നയിക്കും. നമ്മളത് എവിടെയാണ് കാണുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. When the Spirit of truth comes, he will guide you into all the truth. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ഒരു വശത്ത് വഴിയായ ഈശോ സത്യത്തിലേക്ക് നയിക്കുന്നു, പിതാവിലേക്ക് നയിക്കുന്നു. മറ്റു വശത്ത് സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അതായത് പിതാവിലേക്ക് നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. വഴി ഈശോ, സത്യം പിതാവായ ദൈവം, ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവ്. ഈ ഒരു രഹസ്യമാണ് ഈശോ, ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യമാണ് ഈശോ ഈ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തോടെ വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് 9-ാമത്തെ തിരുവചനം വരുമ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. ഈശോ പറയുന്നുണ്ട്, ഇത്ര കാലം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? വഴിയായ ഈശോ സത്യമായ പിതാവിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. അപ്പം ഈശോയുടെ വഴിയിലാണ് നമ്മളെങ്കിൽ ഈശോയുടെ മുഖത്ത് പിതാവിനെ കാണും. ഈശോയുടെ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഈശോയുടെ മുഖത്ത് തന്നെ പിതാവിനെ കാണാം. ഈശോ പറയാണ്, ഹൂവർ ഹാസ് സീൻ മീ ഹാസ് സീൻ ദ ഫാദർ. എന്നെ കണ്ടവൻ പിതാവിനെ കാണുന്നു. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ തനിയെ പറയുന്നതല്ല. വാട്ട് ഐ സേ ടു യു ഐ ഡു നോട്ട് സ്പീക്ക് ഓൺ മൈ ഓൺ, ബട്ട് ദ ഫാദർ ഹു ഡ്വെൽസ് ഇൻ മീ ഡസ് ഹിസ് വർക്ക്. പിതാവാണ് എന്നെ കൊണ്ട് ഇത് പറയിക്കുന്നത്. ബിലീവ് മീ ദാറ്റ് ഐ ആം ഇൻ ദ ഫാദർ ആൻഡ് ഫാദർ ഈസ് ഇൻ മീ. 14-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അതുകൊണ്ട് 13-ാമത്തെ തിരുവചനം പറയാണ്, ഐ വിൽ ഡു വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം സോ ദാറ്റ് ഫാദർ മേ ബി ഗ്ലോറിഫൈഡ് ഇൻ ദ സൺ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒന്നായതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ അതെല്ലാം നമുക്ക് അവിടുന്ന് തരും. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പം യേശുവിൻ്റെ നാമത്തെ അറിഞ്ഞ് ചോദിക്കുക. യേശുവിൻ്റെ നാമത്തെ അറിഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളല്ല നമ്മൾ ചോദിക്കുന്നത്, ദൈവപിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ളത് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ. നമ്മൾ ത്രിത്വത്തിലായി. പിന്നെ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ. അപ്പോൾ ഈശോ ആ ത്രിത്വത്തിൻ്റെ ചുരുളഴിക്കുന്ന വചനമാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പം നമ്മൾ ഈശോയുടെ പാതയിലൂടെ നമ്മിലെ പഴയ മനുഷ്യൻ മരിച്ച് ഈശോ നമ്മിൽ ജീവിച്ചാൽ നമ്മൾ സത്യത്തിലെത്തും, പിതാവിലെത്തും. പരിശുദ്ധാത്മാവ് മറുവശത്ത് നിന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, പിതാവിലേക്ക് വീണ്ടും നമ്മളെ നയിക്കും. അങ്ങനെ നമ്മൾ ത്രിത്വത്തിലാകും. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, എൻ്റെ വചനം, എന്നെ സ്നേഹിക്കുന്നവൻ
എൻ്റെ വചനം പാലിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കും. വി വിൽ കം ടു ദം ആൻഡ് മേക്ക് അവർ ഹോം വിത്ത് ദം. ഞങ്ങൾ അവനിൽ വാസമുറപ്പിക്കും. അപ്പം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവൻ, യേശുവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവൻ, അവൻ്റെ ഉള്ളിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ വലിയ ചിന്തയാണ് നമുക്ക് കർത്താവ് നൽകുന്നത്. വഴിയും സത്യവും ജീവനും, അതിൽ മൂന്നുമാണ്. യേശുവുണ്ട്, പിതാവുണ്ട്, ജീവനായ പരിശുദ്ധാത്മാവുണ്ട്. ആണ് നമുക്ക് ഈ വചനത്തിലൂടെ ദൈവം തന്ന ബോധ്യത്തിന് നമുക്ക് നന്ദി പറയാം. ത്രിത്വമാണ് പരമമായ സത്യം. ത്രിത്വം, പരിശുദ്ധാത്മാവും പുത്രനും അപ്പുറവും ഇപ്പുറവും നിന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുക. അപ്പോൾ നമ്മൾ ത്രിത്വത്തിലായി, നമ്മൾ ത്രിത്വത്തിൻ്റെ ഉള്ളിലായി. അവരെ പോലെ നമ്മളും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈശോ പ്രാർത്ഥിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ. അപ്പം നമ്മൾ ത്രിത്വത്തോട് ഒന്നിച്ച് ചേരുക, ഇതാണ് സ്വർഗത്തിൽ നടക്കുന്നത്. നമ്മൾ ത്രിത്വത്തോട് ഒന്നിച്ച് ചേരുക, ഇത് വലിയൊരു രഹസ്യമാണ്. അത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ത്രിത്വത്തിൻ്റെ രഹസ്യം ഞങ്ങൾക്ക് അല്പാൽപമായി വെളിപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. അവിടുന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒന്നായിരിക്കുന്ന പോലെ ഞങ്ങളെയും അവിടുത്തോട് ഒന്നിച്ച് ചേർക്കണമേ. ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി തീർക്കണമേ. ആമേൻ.